രണ്ട് വരി പാത കൈയടക്കിയിട്ട് ഏകദേശം 2 വർഷമായി. പല പ്രാവശ്യമായിട്ട് ലോറികൾ നിർത്തുമ്പോൾ നമ്മൾ നാട്ടുകാർ വന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു അപകട സ്ഥലമാണ്. അത്രയും ഹൈ സ്പീഡിൽ വരുന്ന വാഹനം ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇടുങ്ങിയ തോതിലാണ് ഉള്ളത്. ദേശീയപാതയിൽ പാതയിൽ നിർത്തിയ മൂരാട് ഭാഗത്ത് കാത്തിരിക്കുന്നത് വൻ ദുരന്തം. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്ന മീത്തലെ മുക്കാലിൽ തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടാകുന്ന അവസരത്തിൽ മൂരാട് ഭാഗം വീണ്ടും ചർച്ചയാവുകയാണ്. 2 വർഷത്തോളമായി ഇവിടെ പാതയിൽ നിർത്തിയിരിക്കുകയാണ്. 2 കാലവർഷം ഇതിനോടകം കടന്നുപോയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തെക്കുറിച്ച് ആർക്കും ശ്രദ്ധയില്ല. ഇവിടെ വലിയ ദുരന്തമാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഇടതടവില്ലാതെ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇവിടെ പാത നിർമ്മാണം പൂർത്തിയായതാണ്. പുതിയ പാലം മൂരാട് തുറന്നിട്ടുണ്ട്. വാഹനങ്ങൾ അനവധി കടന്നു പോകുന്ന ഭാഗമാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായ പശ്ചാത്തലത്തിൽ വച്ച ഡിവൈഡറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും ഇതിവിടെ വെച്ചിരിക്കുകയാണ്. വീതിയേറിയ ഭാഗത്തൂടെ അമിത വേഗതയിൽ കടന്നു വരുന്ന വാഹനങ്ങൾ പെട്ടെന്നാണ് ഇവിടെ എത്തുമ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെടുന്നതും വാഹനം വെട്ടിച്ചു മാറ്റുന്നതും. ഇത് വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ അപകടം തിരിച്ചറിയാനായി സ്ഥാപിച്ച ഡൈവേഷൻ്റെ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സോളാർ ആയതിനാൽ തന്നെ മഴക്കാലത്ത് ഇത് പ്രവർത്തിക്കില്ല. നല്ല മഴ പെയ്യുമ്പോൾ ഇവിടെ വെളിച്ചമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു ഡിവൈഡർ തിരിച്ചറിയാനും സാധിക്കില്ല എന്നതും വലിയ അപകടമാണ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. ഈ ഒരു കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. നാഷണൽ ഹൈവേൻ്റെ പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷമായി. മൂരാട് പാലം മുതൽ SP ഓഫീസ് വരെയുള്ള വർക്ക് E5 എന്ന് പറയുന്ന കമ്പനിയാണ് എടുത്തത്. അപ്പോൾ ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ഈ ഇത്രയും ഹൈറ്റുള്ള മണ്ണ് ഇടിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. ഈ ഹൈവേയിൽ ഇപ്പോൾ ഇത്രയും ഡിവൈഡർ വെച്ചിട്ട് ഞങ്ങളെ നേരിട്ട് കാണുന്നത് ഒരു 4-5 അപകടങ്ങൾ നേരിട്ട് കാണാനും ഇവിടുന്ന് അപകടത്തിൽപ്പെട്ട ആൾക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ തന്നെ വെച്ച് പോകാൻ വെച്ചാൽ ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. കാരണം ഒരു റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ഹൈ സ്പീഡിൽ വരുന്ന വാഹനം ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇടുങ്ങിയ തോതിലാണ് ഉള്ളത്. അപ്പം വാഹനങ്ങൾ പോകാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട്. ആക്സിഡൻറ്റ് ഇനിയും ഇവിടെ ഉണ്ടാവും. ഈ മണ്ണിടിയലിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള വളരെ അപകടം പിടിച്ച സംഭവങ്ങൾ ഉണ്ടാകുന്നുള്ള കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രത്തോളം ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. മുക്കാളി ഇപ്പോൾ ഇടിഞ്ഞ് MLA മറ്റും ആ പ്രശ്നപരിഹാരത്തിൽ ഇപ്പം കഴിഞ്ഞ ദിവസം പത്രത്തിലും മീഡിയയിലൊക്കെ കണ്ടു. ഒരാഴ്ച കൊണ്ട് 10 ദിവസം കൊണ്ട് വെയിലറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൂരാട് ഭാഗത്തുള്ള ഈ പ്രശ്നം ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അധികൃതർ ഇവിടെ വന്ന് കണ്ട് ഈ പ്രശ്നം ഉടനെ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരെന്നുള്ളത് നമുക്ക് പറയാനുള്ളത്. ഞാൻ ഈ പെട്രോൾ പമ്പിലാണ്. അപ്പം പമ്പിൻ്റെ പരിസരത്തുണ്ടാകുമ്പോൾ എപ്പോൾ അപകടം ഉണ്ടാകുമ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇതൊരു ആളുകളില്ലാത്തൊരു സ്ഥലമാണിത്. 2 പുറത്തും ആൾക്കാരില്ലാത്ത സ്ഥലമാണ്. അത്രയും അപകടം പിടിച്ച സ്ഥലമാണ്. അധികൃതർ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇതിൻ്റെ ഒരു പരിഹാരം ഉടനെ തന്നെ കാണണമെന്നാണ് പറയാനുള്ളത്. ഡിവൈഡർ ഉണ്ടാക്കുന്ന അപകട സാധ്യതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് ഇവിടെ ഏറ്റവും വലിയ അപകടം നിൽക്കുന്നത് ഇവിടെയാണ്. മുക്കാലിലുണ്ടായതുപോലെ ഏത് സമയത്തും ഇടിഞ്ഞു വീഴാൻ പാകത്തിലാണ് ഇവിടെ മൺതിട്ടകൾ നിൽക്കുന്നത്. സോയിൽ നെയിലിംഗ് നടത്താൻ വേണ്ടി സ്ഥാപിച്ച കമ്പികൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ അതിവിടെ സാധ്യമല്ലെന്ന് അറിഞ്ഞതിനാലാണ് പ്രവൃത്തി നിർത്തിവെച്ചത്. ഈ മൺതിട്ടകൾ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണ് താഴേക്ക് പതിക്കുക എന്നറിയില്ല. അനവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗം, ആളുകൾ നടന്നു പോകുന്ന ഭാഗം, ഈ ഭാഗത്തേക്ക് ഇത് പതിച്ച് വീഴുകയാണെങ്കിൽ എത്ര വലിയ ദുരന്തമാണ് ഉണ്ടാകുക എന്ന ഭീതിയിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. വലിയ മരങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു വീടുമുണ്ട്. അപകടാവസ്ഥയിലാണ് ആ വീടും നിൽക്കുന്നത്. ഇതിന് താഴെയായി നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ദീർഘദൂര ലോറികളാണ് ഇവിടെ നിർത്തിയിട്ട് ഡ്രൈവർമാർ വിശ്രമിക്കുന്നത്. അഥവാ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇവരും അതിനടിയിൽപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ വലിയ അപകടമാണ് ഇവിടെ കാത്തിരിക്കുന്നത്. തുടർച്ചയായി കനത്ത മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് മുക്കാലിൽ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ അപകടം തന്നെയാണ് ഇവിടെയും ഉള്ളത്. വലിയ ഭീതിയിലാണ് നാട്ടുകാരും ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാരും എല്ലാം ഉള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ 2 വർഷമായി പണി നിലച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അധികൃതർ ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണണം. എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ചെയ്യണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ മൂരാട് പാലത്തിൻ്റെതും SP ഓഫീസിൻ്റെ നടുക്കുള്ള ഒരു സ്ഥലമാണിത്. പിന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് മണ്ണിടിഞ്ഞിട്ട് ഏറ്റവും ഭീകരാവസ്ഥയിലുള്ള ഒരു സ്ഥലം. അതായത് ഹൈവേ, നാഷണൽ ഹൈവേ 4 വരിപ്പാതേൻ്റെ 3 വരിപ്പാതേൻ്റെത് 1 വരിപ്പാതയിലാണ് ഇവിടുന്ന് വാഹനം പോകുന്നത്. 2 വരിപ്പാത കൈയടക്കിയിട്ട് ഏകദേശം 2 വർഷമായി. പല അപകടങ്ങളും ഇവിടെ ഈ വീതി ചുരുങ്ങുന്നതുകൊണ്ട് പല അപകടങ്ങളും നടന്നിട്ടുണ്ട്. പല ആൾക്കാരെയും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇത്രയും വലിയൊരു മണ്ണിടിച്ചിലുണ്ടായിട്ട് ഇവിടെ ഇട്ട് വെച്ച് പോയ പോലെ നമുക്ക് തോന്നുന്നു. അതായത് കണ്ണൂക്കരയും മറ്റേല്ലാം മുക്കാളിയെല്ലാം പല ആൾക്കാരും വരുന്നുണ്ട്. പല ഇതും വാർത്തയാകുന്നുണ്ട്. ഇത് ഇത്രയും വലിയൊരു മണ്ണിടിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ഒരു ആൾക്കാർ ശ്രദ്ധിക്കാനില്ലാത്ത പോലെയുള്ള ഒരു അപകടം വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല.
വരാണ്ടിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഇവിടെ പല ആൾക്കാരും ബൈക്ക് പിന്നെ തട്ടിയിട്ട് ഇവിടെ മറിഞ്ഞ് വീണ് ഇതുണ്ട്. വാഹനങ്ങൾ പിന്നെ പെട്ടെന്ന് സ്പീഡിൽ പോയിട്ട് ചവിട്ടിയിട്ട് അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ ഓടി വരും. നമ്മളേക്ക് അവിടെ അപ്പോൾ ജസ്റ്റ് മിസ്സായി പോകുന്നതാണ്. അതുകൊണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് ഈ മണ്ണെടുത്ത് മാറ്റാൻ, അല്ലെങ്കിൽ മതിൽ, കോൺക്രീറ്റ് മതിൽ ഇപ്പോൾ ഒരു കാൽഭാഗം കെട്ടിയിട്ട് പോയിട്ടുണ്ട്. ഒന്നുകിൽ ആ പിന്നെ മണ്ണ് പിന്നെ നീക്കിയിട്ട് കോൺക്രീറ്റ് ഫുള്ളായിട്ട് കണ്ണൂക്കരെല്ലാം കെട്ടിയതിൻ്റെ ഒട്ടേനെ ഇവിടെയും കെട്ടണം. അല്ലെങ്കിൽ ഇതൊരു വലിയ അപകടം നടന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പല പ്രാവശ്യമായിട്ട് ലോറികൾ നിർത്തുമ്പോൾ നമ്മൾ നാട്ടുകാർ വന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു അപകട സ്ഥലമാണ്. നമ്മളിപ്പോൾ കർണാടകയിൽ ശിരൂർ നമ്മൾ കണ്ടതാണ്. അതായത് പിന്നെ ലോറി പാർക്കിംഗ് ഉള്ള സ്ഥലത്താണ് പിന്നെ മണ്ണിടിഞ്ഞിട്ട് നീണ്ടുപോയത്. അതേപോലെ ഇവിടെ ഇത്രയും അപകടമുള്ള സ്ഥലത്ത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അറിയില്ല. ലോറി വെച്ചിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ രാവിലെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ലോറീൻ്റെ ഉള്ളിലും എല്ലാം ഉണ്ടാവും. അതേപോലെ വീടും ഉണ്ട് ഇവിടെ ഇതായിട്ട് നിൽക്കുന്നത്, തമ്പിൽ നിൽക്കുന്നത്. മണ്ണ് നിങ്ങൾ ഇവിടെ വന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും പൊളന്ന് വീഴാൻ പാകത്തിലാണ് നിൽക്കുന്നത്.